Hi dear students, നമ്മൾ ഇന്ന് 7th ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. സിവിലൈസിങ് ദ നേറ്റീവ്, എഡ്യൂക്കേറ്റിംഗ് ദ നേഷൻ. നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വില്യം ജോൺസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇൻ 1783 he was appointed junior judge at the Supreme Court in Calcutta. എന്താ പറഞ്ഞിരിക്കുന്നത്? 1783 കൽക്കട്ടയിലെ സുപ്രീം കോർട്ടിൽ ഒരു ജൂനിയർ ജഡ്ജായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ലോ എക്സ്പെർട്ട് എന്നതിലുപരി അദ്ദേഹം ഒരു ലിംഗ്വിസ്റ്റിക് കൂടിയായിരുന്നു. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുള്ള വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. അദ്ദേഹത്തിന് ഫ്രഞ്ച്, ലാറ്റിൻ, ഇംഗ്ലീഷ്, ഗ്രീക്ക് എന്നിവ അറിയാമായിരുന്നു. ഇതിനു പുറമെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൽ നിന്നും അദ്ദേഹം പേർഷ്യൻ ലാംഗ്വേജും പഠിച്ചിരുന്നു. ഇന്ത്യയുടെ സംസ്കാരം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സാൻസ്ക്രിറ്റ് പഠിക്കുകയും അതിനു വേണ്ടിയിട്ട് പണ്ഡിതന്മാരുടെ കീഴിൽ സഹായം അദ്ദേഹം തേടുകയും ചെയ്തു. ഇന്ത്യയിലെ വിവിധ ഗ്രന്ഥങ്ങൾ, പുരാതന ഗ്രന്ഥങ്ങളും നിയമവും ഫിലോസഫിയും അദ്ദേഹം പഠിച്ചിരുന്നു. അദ്ദേഹത്തെ പോലെ തന്നെ ഇന്ത്യയുടെ പാരമ്പര്യവും സംസ്കാരവും പഠിക്കുന്നതിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ള മറ്റു രണ്ട് വ്യക്തികളായിരുന്നു ഹെൻറി തോമസ് സെലിബ്രൂക്കും അതേപോലെ തന്നെ നഥാനിയൽ ഹാൽഹെഡും. ഇവരുടെ സഹായത്തോടെ 1784 ബംഗാളിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സർ വില്യം ജോൺസ് സ്ഥാപിക്കുകയുണ്ടായി. ഇവരുടെ ജേണലിൻ്റെ നെയിമായിരുന്നു ഏഷ്യാറ്റിക് റിസർച്ച് എന്നുള്ളത്. They decided to study Indian texts to get the idea of Hindu and Muslim law, as this would help Britishers administer India well. Also, it would help Indians rediscover their heritage. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദു മുസ്ലിം നിയമങ്ങളെ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ അവർ ഇന്ത്യൻ ടെക്സ്റ്റുകൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള പഠനം ഇന്ത്യയുടെ പാരമ്പര്യം മനസ്സിലാക്കുന്നതിന് ഇന്ത്യക്കാരെ സഹായിക്കുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. ഈയൊരു ചിന്തയിൽ നിന്നാണ് ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഉടലെടുക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഹിന്ദുക്കൾക്കും മുസ്ലിംസിനും പരിചിതമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് കൂടുതലായിട്ടും പഠിപ്പിച്ചു പോന്നിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 1781 കൽക്കട്ടയിൽ മദ്രസയും അതേപോലെ തന്നെ 1791 ബനാറസിൽ ഹിന്ദു കോളേജും ആരംഭിക്കുന്നത്. എന്നാൽ നിരവധി ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇത്തരത്തിലുള്ള ഓറിയൻ്റൽ ലേണിങ്ങിനെ എതിർക്കുകയും പകരം വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, അതായത് യൂറോപ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അടിസ്ഥാനമായിട്ടുള്ള വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വേണം ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടത് എന്ന് വാദിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വാദിച്ച വ്യക്തിയായിരുന്നു ജെയിംസ് മിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല, മറിച്ച് അവർക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത് എന്ന് അദ്ദേഹം വാദിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു മെക്കാളെ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ യൂറോപ്യൻ ലിറ്ററേച്ചർ ഏഷ്യൻ ആൻഡ് അറബിക് ലിറ്ററേച്ചറിനേക്കാൾ വളരെ ബെറ്റർ ആയിരുന്നു എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. സോ ഹി അഡ്വക്കേറ്റഡ് ഫോർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ്. കാരണം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്നതിലൂടെ ഇന്ത്യൻസിന് യൂറോപ്യൻ ലിറ്ററേച്ചറും അതേപോലെ തന്നെ സയൻസ്, ഫിലോസഫി തുടങ്ങിയവയൊക്കെ മനസ്സിലാക്കാനും സംസ്കാരം മനസ്സിലാക്കുവാൻ കഴിയും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ ഒരു ആശയത്തിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് ഹയർ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് ഇംഗ്ലീഷ് മീഡിയം എന്നൊരു കൺസെപ്റ്റ് വരുന്നതും ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഓറിയൻ്റൽ ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഉപേക്ഷിക്കുന്നതിനും ഇത് കാരണമായി. സോ 1854 സർ ചാൾസ് വുഡിൻ്റെ നേതൃത്വത്തിലേക്ക് ഇന്ത്യയിൽ യൂറോപ്യൻ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടൊരു ഡിസ്പാച്ച് ഇന്ത്യയിലേക്ക് അയക്കുക. ഇതിനെ വുഡ്സ് ഡിസ്പാച്ച് എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു. വുഡ്സ് ഡിസ്പാച്ച് പ്രധാനമായിട്ടും ഇന്ത്യയിലെ യൂറോപ്യൻ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെയാണ് കൂടുതലായിട്ടും സ്ട്രെസ് ചെയ്തിരുന്നത്. ഡിസ്പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദേശക്കത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വുഡ്സ് ഡിസ്പാച്ചിൽ എംഫസൈസ് ചെയ്തിരുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് എംഫസൈസ്ഡ് ഓൺ കൊമേഴ്സ് എഡ്യൂക്കേഷൻ ആസ് ഇറ്റ് വുഡ് മേക്ക് ഇന്ത്യൻസ് സീ ദ ബെനിഫിറ്റ് ഓഫ് എക്സ്പാൻഡിങ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. വാണിജ്യത്തിലെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം എന്നതായിരുന്നു ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരുന്നത്. കാരണം അത്തരം എഡ്യൂക്കേഷൻസ് മൂലം ഇന്ത്യൻസിന് വ്യാപാരം വികസിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നവർ വിശ്വസിച്ചിരുന്നു. രണ്ടാമതായിട്ട് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻസ് വിൽ ഡെവലപ്പ് റിസോഴ്സസ് ടു ഇൻക്രീസ് ട്രേഡ്. അതായത് ട്രേഡ് വലുതാക്കുന്നതിന് വേണ്ടിയിട്ട് അവരവരുടെ വിഭവങ്ങൾ, റിസോഴ്സസ് ഇൻക്രീസ് ചെയ്യും എന്നും അവർ വിശ്വസിച്ചു. തേർഡ് പോയിൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ഇൻ ദെയർ ടേസ്റ്റ് ആൻഡ് ലൈക്സ് വിൽ ഇൻക്രീസ് ഡിമാൻഡ് ഫോർ ബ്രിട്ടീഷ് ഗുഡ്സ്.
അതായത് വെസ്റ്റേൺ സ്റ്റൈലിലേക്ക് മാറുമ്പോൾ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറുകയും അവർ കൂടുതലായിട്ടും ബ്രിട്ടീഷ് ഗുഡ്സ് ഡിമാൻഡ് ചെയ്യുകയും ചെയ്യും. ഇതിലെല്ലാം ഉപരി ചാൾസ് വുഡ് ആർഗ്യൂ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ ലേണിങ്ങിലൂടെ ഇന്ത്യൻസിൻ്റെ മോറൽ ക്യാരക്ടർ ചേഞ്ച് ആവുകയും ഭാവിയിൽ ബ്രിട്ടീഷുകാർക്ക് ഹോണസ്റ്റ് ആയിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള സിവിൽ സർവൻസിനെ ലഭിക്കുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്യും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷേഴ്സ് വരുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു, അതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയായിരുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ത്യയിൽ ഏൻഷ്യൻ ടൈം തൊട്ട് വിദ്യാഭ്യാസം നൽകിയിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു പാഠശാലകൾ അഥവാ പദ്ശാലാസ്. ഇതിനെക്കുറിച്ചിട്ട് വില്യം ആഡം നൽകിയ റിപ്പോർട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആഡം റിപ്പോർട്ടഡ് ദെയർ വെയർ ഓവർ 1 lakh പാഠശാലാസ് ഇൻ ബീഹാർ ആൻഡ് ബംഗാൾ. ഇന്ത്യയിൽ ബംഗാളിലും ബീഹാറിലുമായിട്ട് ഏകദേശം 1 ലക്ഷത്തോളം പാഠശാലകൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. ഇത്തരം പാഠശാലകൾ സമൂഹത്തിലെ സമ്പന്നരായിട്ടുള്ള ആൾക്കാരോ ഇല്ലെന്നുണ്ടെങ്കിൽ ഗുരൂസ് എന്ന് പറയുന്ന ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയോ ആയിരുന്നു ഇന്ത്യയിൽ റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 20 സ്റ്റുഡൻസിന് പഠിക്കാൻ കഴിയുന്ന ഇത്തരം പാഠശാലകളിൽ ഏകദേശം 20 ലക്ഷത്തോളം സ്റ്റുഡൻസ് പഠിച്ചിരുന്നു എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നത്. പാഠശാലയുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പാഠശാലകളിൽ ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നു നിലനിന്നിരുന്നത്. അതായത് വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉള്ള ഒരു സമ്പ്രദായമായിരുന്നു അത്. അതേപോലെ തന്നെ ദെയർ വെയർ നോ ബ്ലാക്ക് ബോർഡ്സ്, ഫർണിച്ചർ ഓർ ബിൽഡിങ്സ്. ഇത്തരം പാഠശാലകൾക്ക് ബ്ലാക്ക് ബോർഡ്സോ ഫർണിച്ചറോ ബിൽഡിങ്ങോ ഒന്നും തന്നെ കാണാനായിട്ട് കഴിയില്ലായിരുന്നു. മറ്റൊരു ഫീച്ചർ ഓർ ഡ്രോബാക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതാണ് ക്ലാസ്സസ് വെയർ ഹെൽഡ് അണ്ടർ എ ട്രീ ഓർ ഇൻ എ ടെമ്പിൾ എക്സെട്ര. അതായത് ക്ലാസ്സസ് ഒന്നെങ്കിൽ മരത്തിനടിയിലോ ഇല്ലെങ്കിൽ അമ്പലപരിസരത്തോ ഒക്കെ ആയിട്ടാണ് ക്ലാസ്സുകൾ നടന്നിരുന്നത്. 4th പോയിൻ്റ് ആയിട്ട് പറയുന്ന നോ ആനുവൽ എക്സാമിനേഷൻ. വാർഷിക പരീക്ഷകളും ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നടത്തിയിരുന്നില്ല. ഇതൊക്കെ ഒരു മേജർ ഡ്രോബാക്ക് ആയിരുന്നു, പാഠശാലകളുടെ മേജർ ഡ്രോബാക്സ് ആയിരുന്നു. നെക്സ്റ്റ് ഫീച്ചറാണ് നോ സെപ്പറേറ്റ് ക്ലാസ് റൂം. ഇവർക്ക് സെപ്പറേറ്റ് ഓരോ ഡിവിഷനും ഓരോ ക്ലാസ് റൂം എന്ന രീതിയിലുള്ള സംവിധാനമൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഇൻ്ററാക്റ്റഡ് സെപ്പറേറ്റ്ലി വിത്ത് സ്റ്റുഡൻസ് അക്കോർഡിംഗ് ടു ദെയർ ലെവൽ ഓഫ് ലേണിംഗ്. ഓരോ വിദ്യാർത്ഥികളോടും അവരുടെ പഠന നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടീച്ചേഴ്സ് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ഇൻ്ററാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നതും എന്നുള്ളത് ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വാസ് ഫ്ലെക്സിബിൾ ബിക്കോസ് ദെയർ വെയർ നോ ക്ലാസ്സസ് ഡ്യൂറിങ് ദ ഹാർവസ്റ്റ് സീസൺ ആസ് ചിൽഡ്രൻ ഹാഡ് ടു ഹെൽപ്പ് ദെയർ പാരൻസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ സിസ്റ്റത്തെ ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയാനുള്ള പ്രധാന കാരണത്തിലൊന്ന്, ഹാർവസ്റ്റ് സീസണുകളിൽ കുട്ടികൾക്ക് ക്ലാസ് കാണില്ല. കാരണം കുട്ടികൾ കൃഷിയിൽ തങ്ങളുടെ പാരൻസിനെ സഹായിക്കുവാനായിട്ട് കൊയ്ത്ത് സമയങ്ങളിൽ പോകുമായിരുന്നു. ഇൻ 1854, company took a decision to improve പാഠശാലാസ്. For this, it appointed Pandits as in charge of 4 to 5 schools and set some new rules. 1854 പാഠശാലകൾ ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പണ്ഡിറ്റുകളെ സ്കൂളിൻ്റെ ഇൻചാർജ് ഏൽപ്പിക്കുകയും പഠനത്തിൽ പുതിയ ചില റൂളുകൾ കൊണ്ടുവരികയും ചെയ്തു. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടീച്ചിങ് വാസ് ബേസ്ഡ് ഓൺ ടെക്സ്റ്റ് ബുക്ക്. പഠനം പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ആദ്യത്തെ റൂളിൽ വരുന്നത്. മറ്റു റൂൾസും റൊട്ടീൻസും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആനുവൽ എക്സാംസ് ബിഗിൻ. വാർഷിക പരീക്ഷകൾ ആരംഭിച്ചു. റെഗുലർ ഫീ വാസ് ഫിക്സഡ്. കൃത്യമായ ഫീസ് നിശ്ചയിക്കപ്പെട്ടു. ഗുരൂസ് ടു ടേക്ക് ക്ലാസ്സസ് ആസ് പെർ ടൈം ടേബിൾ. ടൈം ടേബിൾ അടിസ്ഥാനമാക്കി ക്ലാസ്സുകൾ ആരംഭിക്കുവാനായിട്ട് തുടങ്ങി. സ്റ്റുഡൻസ് വെയർ ആസ്ക്ഡ് ടു ഒബേ റൂൾസ് ആൻഡ് അറ്റൻഡ് ക്ലാസ്സസ് റെഗുലർലി. ടീച്ചേഴ്സ് ഹാഡ് ടു സബ്മിറ്റ് റെഗുലർ റിപ്പോർട്ട്. കുട്ടികൾ സ്ഥിരമായി ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ടീച്ചേഴ്സ് റിപ്പോർട്ട് റെഗുലറായിട്ട് തന്നെ സമർപ്പിക്കണം. ഇത്തരം റൂൾസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന പാഠശാലകൾക്ക് ഗവൺമെൻറ് ഗ്രാൻസ് അനുവദിക്കാനായിട്ട് തുടങ്ങി. ഗവൺമെൻറ്റിൽ നിന്നും എയ്ഡ് സ്വീകരിച്ച സ്കൂളുകൾ അവരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തിയപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത്തരത്തിൽ നടത്തുന്ന ഗുരുകുലങ്ങളിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പാഠശാലകളിൽ അവർക്ക് ഇത്തരം ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളുമായി കോമ്പീറ്റ് ചെയ്ത് വിജയിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കും ഉപജീവനം ബുദ്ധിമുട്ടാകുന്നൊരു സ്ഥിതിയിലേക്കും മാറി. കർഷകരുടെ കുട്ടികൾക്ക് ഹാർവസ്റ്റ് സീസണുകളിൽ അവരുടെ മാതാപിതാക്കളെ സഹായിക്കേണ്ടി വരുന്നത് മൂലം ക്ലാസ്സുകൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ വരികയും അവരെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളായിട്ട് കൺസിഡർ ചെയ്യാനായിട്ടും തുടങ്ങി.
ബ്രിട്ടീഷിൻ്റെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആകൃഷ്ടരായി നിരവധി ഇന്ത്യക്കാർ അത്തരത്തിലുള്ള വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. എന്നാൽ നിരവധി വ്യക്തികൾ ഇത്തരത്തിലുള്ള വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഓപ്പോസ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇത്തരത്തിലെ ഇന്ത്യയിലെ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ എതിർത്തവരിൽ പ്രധാനപ്പെട്ടവരായിരുന്നു മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ് ടാഗോറും. അവർ എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ എതിർത്തതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഗാന്ധി സേസ് ദാറ്റ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഹാസ് എൻസ്ലേവ്ഡ് us. It has created inferiority complex among Indians. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമ്മളെ അടിമകളാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവ നമ്മളിൽ ഇൻഫീരിയോറിറ്റി സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കും എന്നും ഗാന്ധിജി അവകാശപ്പെട്ടു. അക്കോർഡിംഗ് ടു ഹിം, ഇംഗ്ലീഷ് മീഡിയം വാസ് ഏലിയനേറ്റിംഗ് യൂത്ത് ഫ്രം their own culture. ഇന്ത്യയിലെ യുവത്വത്തെ അവരുടെ സ്വന്തം കൾച്ചറിൽ നിന്ന്, സംസ്കാരത്തിൽ നിന്നും ഏലിയനേറ്റ് ചെയ്യുവാൻ മൂല കാരണമാകും ഇംഗ്ലീഷ് മീഡിയം എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. ഹി എംഫസൈസ്ഡ് ഓൺ പ്രാക്ടിക്കൽ ലേണിംഗ് ഇൻ വിച്ച് വൺ യൂസസ് ഹിസ് സ്കിൽ ആൻഡ് പ്രാക്ടിക്കൽ നോളജ് വിച്ച് റിസൾട്ട് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് മൈൻഡ്. അതായത് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നൊരു കൺസെപ്റ്റാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. ഇതിനെ അദ്ദേഹത്തിൻ്റെ വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഗാന്ധിജിയെ പോലെ തന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ എതിർത്ത മറ്റൊരു പ്രധാന വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം ചെറുപ്പകാലത്തിൽ സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിന് പ്രധാന കാരണമായി പറയുന്നത് സ്കൂളിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ പെരുമാറുവാനായിട്ട് ഇല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഹി hated വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് വാണ്ടഡ് ടു സെറ്റ് എ ന്യൂ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ഭാഗമായി 1901 കൽക്കട്ടയിൽ നിന്ന് 100 കിലോമീറ്റർ മാറി അദ്ദേഹം ഒരു സ്കൂൾ നിർമ്മിച്ചു. ശാന്തിനികേതൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ സ്കൂളിലെ കുട്ടികളെല്ലാം ഹാപ്പി, ഫ്രീ ആൻഡ് ക്രിയേറ്റീവ് ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹി വാണ്ടഡ് ടു കമ്പൈൻ ബെസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ബോത്ത് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. സോ ഹി എംഫസൈസ്ഡ് ഓൺ ടീച്ചിങ് സയൻസ് വിത്ത് ആർട്സ്, മ്യൂസിക് ആൻഡ് ഡാൻസ്. So we can say that both Gandhi and Tagore shared similar views on Western education, but there were some difference also.